മാന്ത്രിക വൃക്ഷം. ഇത് രാജുവിൻ്റെ കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലാണ് രാജു താമസിക്കുന്നത്. മഞ്ഞു മൂടിയ മലനിരകളും സുന്ദരമായ താഴ്വരകളുമുള്ള ഒരു കൊച്ചു ഗ്രാമം. ഒരു ദിവസം രാജു സ്കൂൾ കഴിഞ്ഞ് പതിവ് പോലെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയായിരുന്നു. വഴിയിൽ അവനൊരു അപ്പൂപ്പനെ കണ്ടു. പാവം അപ്പൂപ്പൻ. വളരെ ഭാരമേറിയ ഒരു പഴക്കുട്ടയും ചുമന്നു പോവുകയായിരുന്നു അദ്ദേഹം. രാജുവിനെ കണ്ട അപ്പൂപ്പൻ ചോദിച്ചു, രാജു, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? ഈ കുട്ടിക്ക് നല്ല ഭാരമുണ്ട്. ഇതാ കട വരെ ഒന്ന് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കാമോ? ഇത് കേട്ട് രാജു പറഞ്ഞു, അയ്യോ അപ്പൂപ്പ, എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്ന വഴിയാ. അവിടെ എന്റെ കൂട്ടുകാരെല്ലാവരും കളിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ ഞാൻ ഗ്രൗണ്ടിലെത്താൻ വൈകിയത് തന്നെ. പോകട്ടെ. ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടിപ്പോയി. രാജുവിന് കൂട്ടുകാരുടെ അടുത്തെത്താൻ ചെറിയൊരു കാട് കടക്കണം. കാട്ടിലൂടെ അവൻ പോകുമ്പോൾ അടുത്തു നിന്നും ആരുടെയോ ഒരു കരച്ചിൽ കേട്ടു. അതൊരു ആമക്കുട്ടനായിരുന്നു. ആമക്കുട്ടൻ ഒരു വള്ളിപ്പടർപ്പിൽ പെട്ടുകിടക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലായിരുന്നു. രാജുവിനെ കണ്ട ആമക്കുട്ടൻ പറഞ്ഞു, രാജു, രാജു, എന്നെ ഒന്ന് രക്ഷിക്കാമോ? ഞാൻ ഇതിനുള്ളിൽ പെട്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പ്ലീസ് രാജു, എന്നെ ഒന്ന് രക്ഷിക്കാമോ? ഇത് കേട്ട് രാജു പറഞ്ഞു, സോറി ആമക്കുട്ട, ഞാൻ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. നിന്നെ രക്ഷിക്കാൻ നിന്നാൽ വെറുതെ സമയം നഷ്ടമാകും. ശരിയപ്പോ, പിന്നെ കാണാം. ഇത്രയും പറഞ്ഞ് രാജു അവിടെ നിന്നും ഓടിപ്പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ രാജു വഴിയിൽ തിളങ്ങുന്ന ഒരു മാന്ത്രിക മരം കണ്ടു. അതിന്റെ ഇലകളെല്ലാം സ്വർണ്ണ നിറത്തിലായിരുന്നു. അവനത് കണ്ട് അതിശയിച്ചു പോയി. രാജു അതിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹായ്, ഇങ്ങനെയൊരു മരം ഞാനിതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എത്ര മനോഹരമായ മരം. ഇലയൊക്കെ സ്വർണ്ണ നിറത്തിലാണല്ലോ. ഇതിൽ ഒരു ഇലയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അവൻ ആഗ്രഹിച്ചു. ഇത് കേട്ട മരം ചോദിച്ചു, നിനക്കെന്റെ ഇല എന്തിനാണ് രാജു? രാജു പറഞ്ഞു, എത്ര ഭംഗിയുള്ള ഇലകളാണ് നിന്റേത്. ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായേനെ. അപ്പോൾ മരം പറഞ്ഞു, ശരിയായ സന്തോഷം ലഭിക്കാനുള്ള അവസരങ്ങളെല്ലാം നീ നഷ്ടപ്പെടുത്തിയില്ലേ രാജു? മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്. രാജുവിന് കാര്യം മനസ്സിലായില്ല. രാജു ചോദിച്ചു, മറ്റുള്ളവരെ സഹായിച്ചാൽ സന്തോഷം ലഭിക്കുമെന്നോ? അതെങ്ങനെ? മാന്ത്രികമരം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല. നീ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ് മാന്ത്രികമരം അപ്രത്യക്ഷനായി. രാജു തിരികെ ഓടി ആ ആമക്കുട്ടന്റെ അടുത്തെത്തി. അവനെ വള്ളിപ്പടർപ്പിനുള്ളിൽ നിന്നും രക്ഷിച്ചു. ആമക്കുട്ടൻ നിറകണ്ണുകളോടെ പറഞ്ഞു, നന്ദി രാജു. നീയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്തുപോയേനെ. എന്റെ അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ച് സങ്കടത്തോടെ നടക്കുന്നുണ്ടാകും. എന്നെ രക്ഷിച്ചതിന് 1000 നന്ദി, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. രാജു അപ്പോൾ തന്നെ അപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പൂപ്പനെയും സഹായിച്ചു. അപ്പൂപ്പനും ഒരു പുഞ്ചിരിയോടെ അവനോട് നന്ദി പറഞ്ഞു. അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ രാജുവിന് തോന്നി, ഇന്നാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ദിവസം. ഞാൻ വിചാരിച്ചത് വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുക എന്നായിരുന്നു. അപ്പൂപ്പന്റെയും ആമക്കുട്ടന്റെയും സന്തോഷവും നന്ദിയും നിറഞ്ഞ മുഖങ്ങൾ അവന്റെ മനസ്സിൽ മിന്നിമറയുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ കൈകൾക്കുള്ളിൽ സ്വർണ്ണ ഇല കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. യഥാർത്ഥ സന്തോഷം നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.